വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നാണ് ഡയറ്റ് ചെയ്യണം, ഭക്ഷണം കുറയ്ക്കണം എന്നത്. എന്നാൽ വിശന്ന് കഷ്ടപ്പെടാണ്ട് വയറ് നിറച്ച് കഴിച്ച് ശരീരഭാരം കുറയ്ക്കാൻ സാധിച്ചാലോ? ഇതിനൊരു അടിപൊളി പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിലും പെട്ടെന്നും ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ചിക്കൻ സൂപ്പാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ചെറിയ പീസസ് ആയി മുറിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 6 പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരാൾക്കുള്ള സൂപ്പിന്റെ അളവാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇനി ഒരു കടായിൽ നമുക്ക് 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 5 ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ക്യൂബ്സ് ആക്കി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഒരു പ്രോട്ടീൻ്റെ കലവറയാണെന്ന് ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. ഇത് പേശികളെ ശക്തിപ്പെടുത്താനും വയറ് പെട്ടെന്ന് നിറയാനും സഹായിക്കും. കലോറി വളരെ കുറവായതുകൊണ്ട് ഭാരം കൂടുമെന്ന പേടിയും വേണ്ട. ഇതിൽ ചേർക്കുന്ന പച്ചക്കറികൾ ദഹനം കൂട്ടാനും വിശപ്പ് നിയന്ത്രിക്കാനും സഹായിക്കും. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ലോ ടു മീഡിയം ആണ് വെച്ചിട്ടുള്ളത്. ചിക്കൻ നല്ലപോലെ കുക്കായി വരും വേണം. ഈ സമയത്ത് നമുക്ക് ക്യാരറ്റ് ഒന്ന് ചെറിയ ക്യൂബായി മുറിച്ചെടുക്കാം. പച്ചക്കറികൾ വേറെയും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, അത് വഴിയെ ഞാൻ കാണിച്ചു തരാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം ചിലപ്പോൾ പതച്ച് പൊന്തി മൊത്തത്തിൽ അതിൻ്റെ സ്റ്റോക്ക് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. ഈ സൂപ്പ് രാത്രി ഭക്ഷണത്തിന് പകരം കഴിക്കുകയാണെങ്കിൽ റിസൾട്ട് വളരെ പെട്ടെന്ന് കാണാം. കാരണം രാത്രി ഭാരം കുറഞ്ഞതും പ്രോട്ടീൻ ഉള്ളതുമായ ഭക്ഷണം കഴിക്കുന്നതാണ് വെയിറ്റ് ലോസിന് ഏറ്റവും നല്ലത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഓട്സോ അല്ലെങ്കിൽ കൂടുതൽ പച്ചക്കറികളോ ചേർത്ത് സ്വാദോടെ കഴിക്കാവുന്നതാണ്. ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റോക്കും പീസസും സെപ്പറേറ്റ് ആക്കി എടുക്കാം. വളരെ നേരിയ ദ്വാരങ്ങൾ വരുന്ന അരിപ്പ ഉപയോഗിക്കാൻ മാക്സിമം ശ്രമിക്കണം, അല്ലെങ്കിൽ ഈ പൊടികളെല്ലാം കൂടി അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. ഇതിപ്പോൾ ഞാൻ ഇനി ചിക്കൻ പീസസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എടുത്ത് ഞാൻ കളയും. അത് നിർബന്ധമില്ല, അങ്ങനെ തന്നെ ഉപയോഗിക്കാനും പറ്റും. ഇനി അതേ കടായിൽ, കഴുകിയിട്ടൊന്നുമില്ല, അതേ കടായിൽ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം ഞാനിവിടെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ഗ്രീൻ പീസും കുറച്ച് കോൺ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏത് പച്ചക്കറിയും ഉപയോഗിക്കാൻ പറ്റും. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക, ഒന്ന് വെന്ത് വരട്ടെ. കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചക്കറികൾ വഴറ്റുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരിക്കലും ഒരുപാട് വേവിക്കാൻ പാടില്ല. പച്ചക്കറി എപ്പോഴും കറുമുറ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഫൈബറും ന്യൂട്രിയൻസും ഒക്കെ നഷ്ടപ്പെടാതെ കിട്ടുന്നത്. ഇതൊന്ന് 2 മിനിറ്റ് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ലോയിലാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ചിക്കൻ വേവിച്ചതൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കഴിക്കാത്തവർക്ക് ചിക്കന് പകരം പനീർ അല്ലെങ്കിൽ സോയാബീൻ ഇതേപോലെ ചെയ്ത സൂപ്പർ വെയിറ്റ് ലോസ് സൂപ്പ് കിട്ടും. ഒന്നെല്ലാം നല്ലപോലെ വരണ്ടു വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനി കുറച്ചുകൂടി പ്രോട്ടീൻ റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുട്ടേൻ്റെ വെള്ള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. ഇത് ഇല്ലെങ്കിലും നിങ്ങൾക്ക് സൂപ്പ് ഇതുപോലെ കുടിക്കാം. മുട്ട ഒഴിച്ച പാട് ഇളക്കാണ്ട് ഒരു 1/2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി നോക്കിയാൽ നമുക്ക് മുട്ടേൻ്റെ പീസസ് കുറച്ചും കൂടി വലുപ്പത്തിൽ കിട്ടും. ആഴ്ചയിൽ 3 ദിവസം ഈ ഒരു സൂപ്പ് രാത്രി കഴിച്ചു നോക്കൂ. റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു സൂപ്പിൻ്റെ കട്ടിയും വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. എപ്പോഴും സൂപ്പ് കുടിക്കുമ്പോൾ ഒരു ചൂടോട് കുടിക്കുന്നതായിരിക്കും നല്ലത്.
എന്നാലേ അതിൻ്റെ ഒരു ഗുണവും ടേസ്റ്റും ഒക്കെ നമുക്ക് ബോഡിയിൽ കിട്ടുള്ളൂ. ലാസ്റ്റായിട്ട് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പികൾക്കും വെയിറ്റ് ലോസ് ആൻഡ് വെയിറ്റ് ഗെയിൻ ടിപ്സുകൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇടണേ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.